ഹായ്. ഈ വർഷത്തെ 2024 ജാനുവരി 1 നമ്മൾ ഒരു മൺഡേ ആണ്. അത് തന്നെ ഒരു നല്ല ദിവസമാണ്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും 2024 നല്ല ഒരു വർഷമായിരിക്കട്ടെ. കാര്യം ഓരോ വർഷത്തിനും തുടക്കത്തിൽ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ തുടക്കത്തിൽ ശ്രമിക്കാറുണ്ട്. പിന്നീട് പലരും വഴിയിൽ അത് ഉപേക്ഷിക്കാറുണ്ട്. ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ഓരോരോ റെസൊല്യൂഷൻസ് എടുക്കും. നമ്മളെ സ്വഭാവത്തിൽ ഇന്ന മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യണം ഡെയിലി, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എല്ലാവരും എടുക്കും. എന്നെ പോലുള്ള ആൾക്കാർ, നിങ്ങളെ പോലുള്ള ആൾക്കാർ എടുക്കുന്ന തീരുമാനം എന്ന് വെച്ചാൽ ഈ വർഷം നന്നായിട്ട് പഠിക്കണം, ഒരു ജോലി നേടണം, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പം എന്താണ് നമ്മൾ എടുക്കുന്ന റെസൊല്യൂഷൻ എങ്കിലും അതിന് ഉറച്ചിരിക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അവസരങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ അവസരങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിച്ചാൽ മാത്രം മതി. പക്ഷെ സ്വാഭാവികമായിട്ടും പരാജയങ്ങളും തിരിച്ചടികളും ഉണ്ടാവും. അതാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പരാജയങ്ങളും തിരിച്ചടിയില്ലാതെ സ്മൂത്തായിട്ട് നമ്മളൊരു പൊസിഷനിലെത്തുന്നത് വളരെ റെയറാണ്. അപ്പം നമ്മളുടെ പേരൻസ് ഇൻ കേസ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ പൊസിഷനിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷനിൽ നമ്മൾ നന്നായിട്ട് ഭരിച്ചാലേ നമുക്ക് പിന്നീട് അധികാരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ നമ്മളുടെ എന്താ പറയുന്ന ബൈ ബർത്ത് നമുക്ക് ഓരോരോ പൊസിഷൻസ് കിട്ടുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതുപോലും നമുക്ക് സ്ഥിരമല്ല, നമുക്കറിയാം. ഇപ്പോൾ പിന്നീട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാവും. ചിലപ്പോഴല്ല, മിക്കവാറും തിരിച്ചടികൾ ഉണ്ടാവും. മത്സര പരീക്ഷകളിൽ ഉറപ്പായിട്ടും തിരിച്ചടികളായിരിക്കും ആദ്യം ഉണ്ടാവുന്നത്. അപ്പൊ അത് വീണ്ടും 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 നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ച് ഈ തിരിച്ചടികളെ ഓവർകം ചെയ്ത് അതിൽ മനസ്സ് പതറാതെ മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്നത്. എന്തായാലും 2024 എല്ലാവർക്കും വലിയ ഐശ്വര്യവും സമാധാനവും സന്തോഷം നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജ് ഇവിടുന്ന് കാണാം. US നേവി സിങ്സ് 3 ഹൂത്തി വെസൽസ് എന്ന് പറയുന്ന ന്യൂസ് ആണ് ആദ്യത്തെ ന്യൂസ്. ഹൂത്തീസ് ആരാണെന്ന് നമുക്ക് മിക്കുള്ളവർക്ക് അറിയായിരിക്കും. ഇപ്പം മുമ്പ് അങ്ങനെ എല്ലാവർക്കും അറിയാത്തൊരു പേരായിരുന്നു. ആക്ച്വലി ഇവർ യമനിൽ അധികാരം കുറെ മേഖലകളിൽ കൈയടക്കിയ ഇറാൻ ബാക്ക് ചെയ്യുന്ന ഒരു മിലിഷ്യ ഗ്രൂപ്പാണ്. ഷിയ മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് ഇറാൻ കൂടുതലായിട്ട് തന്നെ ബാക്ക് ചെയ്യുന്നത്. യമൻ ഭരിച്ചുകൊണ്ടിരുന്നത് സുന്നി മുസ്ലിങ്ങളുടെ ഒരു ഭരണകൂടമായിരുന്നു. അതിനെ പുറത്താക്കിയിട്ട് ഈ ഹൂത്തി ഭരണകൂടം അവിടെ വരുമ്പോൾ ഷിയാകളുടെ സ്വാധീനം യമനിൽ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയാണ് സൗദി യമനിൽ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. ഈ ഹൂത്തീസിന്റെ മെയിൻ വാർ ആദ്യം അഗെയിൻസ്റ്റ് സൗദി ആയിരുന്നു. ഇപ്പൊ അവരുടെ പിന്നീട് ഗോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അവർ മെയിൻലി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷിപ്പുകൾ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ടാക്ടിക്സിലേക്കാണ്. ഇപ്പൊ ഹൂത്തീസ് ഈ ഗാസ വാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ റെഡ് സീയിൽ അത് വലിയ പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നു. ഇന്ത്യക്ക് ഉൾപ്പെടെ അതിന്റെ പ്രോബ്ലംസ് ഉണ്ട്. ഭാവിയിൽ ഒരുപക്ഷെ ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോയാൽ ഇതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇപ്പൊ തന്നെ ഷിപ്പിംഗ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പം അത് നമുക്ക് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഇപ്പോ അത് ഒരു വലിയ വിഷയമാണ്. അപ്പൊ എന്തായാലും US ഉൾപ്പെടുന്ന വെസ്റ്റേൺ കൺട്രീസും ഇന്ത്യയൊക്കെ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നു. ഇന്നലെ ഹൂത്തീസിന്റെ വെസൽസ് US അറ്റാക്ക് ചെയ്തു. എന്നിട്ട് കുറെ പേര് മരിച്ചെന്നൊക്കെയാണ് ഞാൻ പിന്നീട് ഒരു ന്യൂസിൽ വായിച്ചത്. അപ്പൊ എന്തായാലും അതാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നീട് ആധാർ ലിങ്ക്ഡ് പേ മെയ്ഡ് മാൻഡേറ്ററി ഫോർ MGNREGS വർക്കേഴ്സ് എന്നൊരു ന്യൂസ് കാണാം. MGNREGS എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. 2006 മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പാക്കിയ 100 ദിവസം തൊഴിൽ കൊടുക്കുന്ന ഗ്രാമീണ മേഖലയിൽ മാത്രമുള്ള ഒരു പദ്ധതിയാണ്. അതിലൊരു അഷ്വേർഡ് ആയിട്ടുള്ളൊരു വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വേജ് നമ്മളുടെ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ അതിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ ഈ ജാനുവരി 1 തൊട്ട്. അതാണ് ഈ ന്യൂസ്. ഫ്രം ദ ന്യൂ ഇയർ വേജസ് അണ്ടർ ദ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വിൽ ബി പെയ്ഡ് only through an Aadhaar based payment system ABPS which requires the Aadhaar details of workers to be seeded to their job cards. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ജോലിയാണ് ഈ ജോബ് കാർഡ് ഉണ്ടല്ലോ, ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോബ് കാർഡ്. ഈ ജോബ് കാർഡുമായിട്ട് ആധാർ കാർഡുകൾ സീഡ് ചെയ്യണം. ആധാർ കാർഡ് ഇപ്പം ഞാനൊരു ഇതിലെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആധാറും എൻ്റെ ജോബ് കാർഡും തമ്മിൽ സീഡ് ചെയ്താലേ എന്നെ ഈ ആധാർ
ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാക്കാൻ പറ്റൂ. അപ്പൊ ഈ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം വഴി മാത്രമേ ഈ ജാനുവരി 1 മുതൽ ഇനി കൊടുക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം ജാനുവരി 1 തൊട്ട് നടപ്പാവാനിരുന്നതാണ്. സ്റ്റേറ്റുകൾ പലതവണ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയതാണ്. ഇപ്പൊ ഈ വർഷം തൊട്ട് ഈ ജാനുവരി 1 തൊട്ട് സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. അപ്പം അത് കറപ്ഷൻ ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിലിപ്പോ ഒരുപാട് പോരായ്മകളുണ്ട് ഈ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഹിന്ദുവിൽ തന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. കൂടുതലായിട്ട് അതിനെ കുറിച്ച് അറിയണമെന്നുള്ളവർ അത് വായിച്ചു നോക്കുക. കുറച്ച് പോരായ്മകളുണ്ട്. കുറെ ആൾക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ചിലപ്പോൾ റോങ്ലി ഒക്കെ പിന്നെ ഈ ആധാറും ചിലപ്പം നമ്മളുടെ ഈ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു അക്കൗണ്ടിലേക്ക് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ഡിഫക്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം റൂറൽ മേഖലയിൽ ജാർഖണ്ഡിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും പലർക്കും ഈ വേജ് കറക്റ്റായിട്ട് കിട്ടാത്തൊരവസ്ഥ വരുന്നെന്നും പിന്നെ EKYC എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ നോംസ്. അതും ഇതുമായിട്ട് EKYC വെരിഫിക്കേഷനോട് ഇതിൽ ചെയ്യണം, എന്നാലേ ഇത് കംപ്ലീറ്റ്ലി ആ ഒരു അക്കൗണ്ടിലേക്ക് മണിയൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ അക്കൗണ്ട് തന്നെ ക്യാൻസൽ ആയിപ്പോ. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറെ അക്കൗണ്ടുകൾ ഈ ജാർഖണ്ഡിലൊക്കെ പിന്നീട് ഈ ബാങ്കുകൾ ഡീആക്ടിവേറ്റ് ചെയ്തെന്നും അങ്ങനെ ഒരുപാട് പേർക്ക് പൈസ കിട്ടാത്തൊരു സാഹചര്യം വരുന്നു എന്നൊക്കെ ഈ ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് മുതൽ എന്തായാലും ഇങ്ങനെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേജ് കൊടുക്കുകയുള്ളൂ, അറിഞ്ഞിരിക്കുക, ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം വഴി. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു ന്യൂസ് ഉണ്ട്. പനഗരിയ ടു ഹെഡ് 16th ഫിനാൻസ് കമ്മീഷൻ. നമുക്കറിയാം ഓരോ 5 വർഷത്തേക്കും ഒരു പുതിയൊരു ഫിനാൻസ് കമ്മീഷനും കാണും. ഇനി വരുന്നത് 16ാം ഫിനാൻസ് കമ്മീഷനാണ്. 2024 തൊട്ടോ 2024 to 29 വരെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അല്ലെങ്കിൽ 2026 തൊട്ട് 31 വരെ എങ്ങനെ ഏതോ ഒരു പീരീഡ് ആണ് 16ാം ഫിനാൻസ് കമ്മീഷൻ ഉള്ളത്. അത് സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് 24 to 29 ആണെന്ന് തോന്നുന്നു. 5 year പീരീഡ് ആണ് എന്തായാലും ഒരു ഫിനാൻസ് കമ്മീഷന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ. പുതിയ 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ ഹെഡായിട്ട് ഗവൺമെന്റ് ഇപ്പം അപ്പോയിന്റ് ചെയ്തേക്കുന്ന അരവിന്ദ് പനഗരിയാണ്. ഈ അരവിന്ദ് പനഗരിയ എന്ന് പറയുന്ന പേര് ഒരുപാട് പേര് കേട്ടിട്ടുള്ളതായിരിക്കും. കറന്റ് അഫയേഴ്സ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. കാര്യം ഈ പേര് കേൾക്കാൻ കാരണം നരേന്ദ്രമോദി 2014 ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാതാക്കുകയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റാർട്ട് ചെയ്ത സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്ലാനിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിലേക്കും കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന പ്ലാനിംഗ് കമ്മീഷനൊക്കെ ഉണ്ട്. ഈ പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാതാക്കി ആദ്യം. എന്നിട്ട് മോഡി കൊണ്ടുവന്ന സംഭവമാണ് എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്ന നിതി ആയോഗ് എന്ന് പറയുന്നത്. നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഈ നിതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പനഗരിയ. ഇപ്പൊ അദ്ദേഹം അല്ല വൈസ് ചെയർമാൻ. അപ്പം നിതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർ ഇപ്പോ സുമൻ ബെറിയാണ് ഇപ്പം നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ, സുമൻ ബെറി. അപ്പൊ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പനഗരിയ. അപ്പം നിതി ആയോഗിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം ആ അരവിന്ദ് പനഗരിയാണ് 16ാം ഫിനാൻസ് കമ്മീഷനെ ഹെഡ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്കണോമിസ്റ്റ് ആണ്. എക്കണോമിസ്റ്റുകളായിരിക്കും എപ്പോഴും ഫിനാൻസ് കമ്മീഷനെ ലീഡ് ചെയ്യുന്നത്. പിന്നീട് അത്രയാണ് നമുക്ക് ആ പേജിൽ പറയാനുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാല് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഭഗവത് മാനെ കുറിച്ച്. ഭഗവത് മാനിന്റെ ഒരു ഫോട്ടോയെ കാണാം. അത് ആക്ച്വലി ആ ന്യൂസ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഈ റിപ്പബ്ലിക് ഡേക്ക് ടാബ്ലോസ് കാണുമല്ലോ, ഓരോ സ്റ്റേറ്റ്സിന്റെയും. ഈ ടാബ്ലോയിൽ പഞ്ചാബിന്റെയും വെസ്റ്റ് ബംഗാളിന്റെയും ടാബ്ലോസ് ഗവൺമെന്റ് റിജക്ട് ചെയ്തു. ഗവൺമെന്റ് ആണ് റിജക്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ല, ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ഇതിന് അക്സെപ്റ്റ് ചെയ്യുന്ന റിജക്ട് ചെയ്യുന്നേക്കാം. അപ്പൊ ആ റിജക്ട് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദം ഉണ്ടായി. ഇത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഗുജറാത്തിന്റെ ടാബ്ലോ സ്ഥിരമായിട്ട് റിജക്ട് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പൊ ഒപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റുകളായ പഞ്ചാബിന്റെയും വെസ്റ്റ് ബംഗാളിന്റെയും ടാബ്ലോസ് റിജക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. നമുക്ക് അപ്പൊ അതിലേക്ക് പോകുമ്പോൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ തൽക്കാലം ഇത്ര അറിയുക, പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഭഗവത് മാൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ വേറൊരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാല് വെസ്റ്റ് ബംഗാളില് ബംഗ്ലാ ദിവസ് എന്ന് പറയുന്ന ഒരു ദിവസം, നമ്മൾ ഈ കേരള പിറവി എന്നൊക്കെ പറയുന്ന പോലെ വെസ്റ്റ് ബംഗാളിൽ ബംഗ്ലാ ദിവസ് ഒരു ഡേ ഉണ്ട്. ആ ഡേ ആയിട്ട് ഇപ്പൊ മമതാ ബാനർജിയുടെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഈ ബംഗാളി ന്യൂ ഇയർ ആണ്. അവര് അതിനെ മലയാളത്തിൽ ഇങ്ങനെ പൊയില ബൊയ്സാഖ് എന്നാണ് അവര് പറയുന്നത്. പൊയില
ബൊയ്സാഖ്. ഇതാണ് ബംഗാളി ന്യൂ ഇയറിന്റെ തുടക്കം, ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ഈ ദിവസമാണ് ബംഗ്ലാ ദിവസമായിട്ട് ഇപ്പൊ സെലക്ട് ചെയ്തേക്കുന്നത്. അതിന്റെ കാരണമുണ്ട്. ആക്ച്വലി ബംഗാളിന്റെ ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാം, CV ആനന്ദ ബോസ് ആണ്, മലയാളിയാണ് CV ആനന്ദ ബോസ്. അദ്ദേഹം ബംഗ്ലാ ദിവസമായിട്ട് ജൂൺ 20 അല്ലെങ്കിൽ ബംഗാളിന്റെ സ്റ്റേറ്റ് ഡേ ആയിട്ട് ജൂൺ 20 കഴിഞ്ഞ വർഷം സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റും ഗവർണറും തമ്മിൽ ഇവിടെ കേരളത്തിൽ അടിയുണ്ടായതുപോലെ അവിടെ അടിയുണ്ടായതിന്റെ പേരിൽ. അപ്പൊ അതാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈ പറഞ്ഞ ബംഗാളിന്റെ ബംഗാളി ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ, അതാണ് ഈ പൊയ്ല ബൊയ്സാഖ് എന്ന് പറയുന്നത്. ഈ ദിവസമാണ് ബംഗ്ലാ ദിവസമായിട്ട് ഇനി അവർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ അവര് ഒരു ബംഗാളിന് വേണ്ടിയിട്ട് ഒരു സോങ്ങും സ്റ്റേറ്റ് സോങ്ങും അവര് അനൗൺസ് ചെയ്തു. ബംഗ്ലാർ മട്ടി ബംഗ്ലാർ ജൽ എന്ന് പറയുന്ന ഒരു സോങ് ആണ്. BANGALAR ബംഗ്ലാർ മട്ടി MATI ബംഗ്ലാർ മട്ടി ബംഗ്ലാർ ജൽ. അത് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി അവിടുത്തെ സ്റ്റേറ്റ് ഫംഗ്ഷൻസിലെല്ലാം തുടക്കത്തിൽ ഈ പറഞ്ഞ സോങ് ബംഗ്ലാർ മട്ടി ബംഗ്ലാർ ജൽ എന്ന് പറയുന്ന രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ സോങ് ആദ്യം പാടുക, എന്നിട്ട് എൻഡില് ഇന്ത്യയുടെ ടാഗോർ തന്നെ എഴുതിയ നാഷണൽ ആന്തം ജനഗണമന അത് നിർബന്ധമാക്കിയവര്. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ട് അവിടെ ഉണ്ട്, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത്രയാണ് ആ പേജിൽ നമുക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് പറയാനില്ല. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ അവിടെ നമ്മളുടെ JN1 വേരിയന്റ് ഉണ്ടല്ലോ, കോവിഡിന്റെ JN1 വേരിയന്റ് പതുക്കെ ഓരോ ഇന്ത്യയിലെ ഓരോരോ ടൗണുകളിലെ കൂടിക്കൊണ്ടിരിക്കുന്നു. ബംഗളൂരുകളിലൊക്കെ ഇന്നലെ ഏതാണ്ട് 800 കൂടുതൽ പുതിയ കോവിഡ് കേസസുകൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ ആകമാനം എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഉണ്ട്. ഈ റിപ്പോർട്ട് ചെയ്യുന്നൊന്നും അല്ല യഥാർത്ഥ കേസസ് എന്ന് പറയുന്നത്. കാര്യം ഇപ്പൊ ടെസ്റ്റിംഗ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ തന്നെ ഒരു പനി വന്നാലും അത് അങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ടോ? അപ്പൊ നമുക്കൊക്കെ ഒരുപക്ഷെ കോവിഡ് വന്ന് പോകുന്നുണ്ടാവാം, ടെസ്റ്റ് ചെയ്യാറില്ല. ഈ ടെസ്റ്റിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് കേസസ് പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്തായാലും JN1 വേരിയൻസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി. പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണാം. ആം ആദ്മി പാർട്ടിയുടെ ഫൗണ്ടറായ അരവിന്ദ് കെജ്രിവാൾ. പിന്നെ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. അത്തരം കാര്യങ്ങളാണ് ആ പേജിലുള്ളത്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇതിനടുത്ത പേജിൽ ഇപ്പൊ ഇന്ത്യയില് ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോണ ഉടനെ തന്നെ നടക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 2024 ജനുവരി 1 അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക്, അടുത്ത മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ഷൻ ഡേറ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു അനൗൺസ് ആവും. മാർച്ചിൽ പ്രചരണമായിരിക്കും, ഏപ്രിൽ ബിഗിനിങ്ങിൽ ഇലക്ഷൻ തുടങ്ങും, ഏപ്രിൽ കൊണ്ട് ഇലക്ഷൻ അവസാനിക്കും. ഏപ്രിൽ മാസം ഫുൾ ഇലക്ഷൻ ആയിരിക്കും. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ പല ഡേറ്റുകളിലായിരിക്കുമല്ലോ. മെയ് ബിഗിനിങ്ങിൽ കൗണ്ടിങ് നടക്കും. മെയ്യിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യും. അതാണ് ഇലക്ഷൻ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഈ 2024 ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റേറ്റുകളിൽ, അതിൽ ഒരു സ്റ്റേറ്റ് 2024 ഇലക്ഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ എനിക്കൊന്ന് മഹാരാഷ്ട്രയിലും ഈ വർഷമാണ് ഇലക്ഷൻ എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഹരിയാനയിൽ ഇപ്പം ഭരിക്കുന്നത് BJP ആണ്. BJPയും JJP എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പാർട്ടിയും ചേർന്നാണ്. മനോഹർ ലാൽ ഖട്ടർ ആണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. അവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് ആണ്. ഇൻ കേസ് ഹരിയാനയിൽ BJP ഗവൺമെന്റ് തോറ്റാൽ അവിടെ അധികാരത്തിൽ നിന്ന് ഉറപ്പായിട്ടും കോൺഗ്രസ് ആവാനാണ് സാധ്യത. കാര്യം അവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് ആണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇപ്പം മോഡി ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ അവർ അപ്പോയിന്റ് ചെയ്ത്, ആ കമ്മിറ്റിയുടെ ഹെഡ് ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാംനാഥ് കോവിന്ദ് ആണ്. നിങ്ങൾക്ക് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് അറിയായിരിക്കും. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടെന്ന് വളരെ മാസീവായിട്ടുള്ള ഒരു എക്സർസൈസ്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇലക്ഷൻ എക്സർസൈസ് ഇന്ത്യയിൽ ഇപ്പൊ നടക്കാൻ പോകണം. വേറൊരു രാജ്യത്ത് ഇത്രത്തോളം ഒരു മാസീവായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഇല്ല. അമേരിക്കയിൽ പോലും ഒരു പ്രസിഡന്റ് ഇലക്ഷൻ അല്ലേ ഉള്ളൂ. അതുപോലെ അല്ലല്ലോ ഇവിടെ സ്റ്റേറ്റിലെ ഓരോ സ്റ്റേറ്റിലെയും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MPമാരെ തൊട്ട് അങ്ങ് MPമാരെ തൊട്ടെന്നല്ല, MPമാരാണ് ഇലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വേറൊരു ഇലക്ഷൻ, നമ്മുടെ ഒപ്പം പോപ്പുലേഷനുള്ള വേറൊരു രാജ്യം ചൈനയാണ്. അവിടെ പിന്നെ ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പം ആ ഒരു മാസീവ് എക്സർസൈസ് കഴിയുമ്പോൾ തൊട്ടടുത്ത് വീണ്ടും മാസങ്ങൾ കഴിയുമ്പോൾ ഇലക്ഷൻ വരികയാണ്. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം ഒരെണ്ണം. അതായത് എപ്പോഴും കണ്ടിന്യൂസ് ഇലക്ഷൻ, അതിന്റെ എക്സ്പെൻഡിച്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വികസനം പോലും ആ സമയത്ത് നടപ്പാക്കാൻ പറ്റൂല. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എപ്പോഴും ഇലക്ഷൻ എന്നുള്ളൊരു പ്രശ്നമാണ് ഇന്ത്യയിലെ ഒരു പ്രശ്നം. ഓക്കെ, പിന്നീട് നമ്മൾ എഡിറ്റോറിയൽസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്
പരേഡ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ പരേഡ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്തില്ല, അതിന്റെ ആവശ്യമില്ല. പരേഡ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഞാൻ പറഞ്ഞു റിപ്പബ്ലിക് ഡേ ജാനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ പരേഡ് കാണാറുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നമ്മളുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരിക്കും അവിടെ ടാബ്ലോസ് ആയിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഒരു ചീഫ് ഗസ്റ്റ് ആണ്. ഇപ്രാവശ്യത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം നിശ്ചയിച്ചിരുന്ന അമേരിക്കയുടെ പ്രസിഡന്റിനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് റിജക്ട് ചെയ്തു. പല റീസൺസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ പ്രസിഡന്റിനെ പുതിയ റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. അദ്ദേഹം ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവര് എല്ലാ വർഷത്തെയും പോലെ ഇപ്പോഴും കോൺട്രവേഴ്സി ഉണ്ടായി. പഞ്ചാബിന്റെയും വെസ്റ്റ് ബംഗാളിന്റെയും ടാബ്ലോസ് റിജക്ട് ചെയ്തതിനെ കുറിച്ചാണ്. അപ്പം അതിന് കാരണമായിട്ട് പറയുന്ന പഞ്ചാബും വെസ്റ്റ് ബംഗാളും ആ സ്റ്റേറ്റിലെ ചില സ്കീംസ് ആണ് ഈ ടാബ്ലോസ് ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ റിപ്പബ്ലിക് ഡേയിൽ അവതരിപ്പിക്കുന്ന ടാബ്ലോസിന് നോംസ് ഉണ്ട്, ഇന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളത്. അപ്പം അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവരുടെ മോട്ടീവ്സ് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പർച്യൂൺ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് റിപ്പബ്ലിക് ഡേ ഉപയോഗിക്കാൻ യഥാർത്ഥത്തിൽ അതിനുള്ള വകുപ്പില്ലെന്ന അവര് പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി റിജക്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഓപ്പോസിഷൻ പാർട്ടികളുടെ, പ്രത്യേകിച്ച് കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബ് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന വെസ്റ്റ് ബംഗാൾ, അവരൊക്കെ പറയുന്നത് ഇത് BJP പൊളിറ്റിക്സ് കളിക്കുന്നതാണെന്നാണ്. എന്തായാലും ഞാൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഗുജറാത്ത് UP ഭരിക്കുന്ന സമയത്ത് ഗുജറാത്തിന്റെ ടാബ്ലോസും സ്ഥിരമായിട്ട് റിജക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കലരാതെ നോൺ പാർട്ടിസാൻ മോഡില് ഇത് നമ്മളുടെ രാജ്യത്തിന്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇതൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് കണ്ട് എല്ലാവരും ഒത്തൊരുമയായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇതിനപ്പുറം അതിൻ്റെ അകത്ത് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല മറ്റു കാര്യങ്ങൾ. പിന്നെ ഇൻ ഗെയിം എന്ന് പറഞ്ഞ എഡിറ്റോറിയലുണ്ട്. നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്. ഇത് ഉൾഫ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഉൾഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം ആണ്. ഈ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം, ഉൾഫ, ഇന്ത്യക്ക് ഒരു തലവേദനയായിരുന്നു 80കളുടെ അവസാനവും 90കളിലും. അപ്പം തുടർച്ചയായിട്ട് അവിടെ ആസാമില് ഇൻസർജൻസി മൂലം അവിടെ ഒരുപാട് ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഒക്കെ നാശം സംഭവിപ്പിച്ച ഒരു ഓർഗനൈസേഷനാണ് ഉൾഫ. ഈ ഉൾഫ കാലാന്തരത്തിൽ ഭയങ്കര വീക്കായി. അവിടുത്തെ ആസാമിലെ ജനങ്ങൾക്ക് പോലും ഉൾഫയോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു, അവർക്ക് പോപ്പുലർ സപ്പോർട്ട് നഷ്ടപ്പെട്ടു. കാരണം അവര് ഉപയോഗിക്കുന്ന വയലന്റ് മീൻസ് പലതും അവിടുത്തെ ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അങ്ങനെ അവിടെ ഒരു പല വിഭാഗങ്ങളായിട്ട് ഉൾഫ പിരിഞ്ഞു. അതിൽ ഇപ്പോഴും ഒരു വിഭാഗം ഗവൺമെന്റിനോട് സന്ധിയില്ലാതെ വയലന്റ് മീൻസിൽ കൂടെ മാത്രമേ അവരുടെ ആശയങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. പരേഷ് ബറുവ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വമുള്ള വിഭാഗം. പക്ഷെ അത് ഭയങ്കര വീക്കനായി പോയി. ഇപ്പൊ പരേഷ് ബറുവ പോലും ഇന്ത്യയിലില്ല. അയാൾ മ്യാൻമറിൽ എവിടെ ഒളിച്ചിരിക്കുന്നതാണ് ഇന്ത്യ കരുതുന്നത് ഗവൺമെന്റ്. പക്ഷേ വേറെ അരബിന്ദ രാജ്കോവ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലുള്ള വിഭാഗം അങ്ങനെയല്ല, പ്രോ ടോക്ക് വിഭാഗമാണ്. അതായത് ഗവൺമെന്റിനോട് സംസാരിക്കാൻ, ഗവൺമെന്റിനോട് സംഭാഷണം നടത്തി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്ന് പണ്ടേ കരുതുന്നവരാണ്. അവരാണിപ്പോ ഒരു ട്രൈ പാർട്ടിയേറ്റ് അഗ്രിമെന്റ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഉൾഫ, ആസാം ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രി, ഇവർ 3 പേരും കൂടെ ചേർന്ന അഗ്രിമെന്റ് ആണത്. 3 പേരും കൂടെ ചേർന്ന അഗ്രിമെന്റ് ആണ്. അപ്പം എന്തായാലും അവര് വലിയൊരു വിഭാഗം ആൾക്കാർ ആയുധം വെച്ച് കീഴടങ്ങുന്നു. അവരുടെ റീഹാബിലിറ്റേഷനൊക്കെ ഗവൺമെന്റ് ഉറപ്പുവരുത്താന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അസാമില് അല്ലെങ്കിൽ ഇപ്പൊ ഓവറോൾ വലിയ പ്രോബ്ലംസ് ഇല്ല, അത്യാവശ്യം സമാധാനമാണ്. അപ്പൊ സമാധാനം ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ അത് സഹായിക്കും. പക്ഷെ അതിന് ഈ ഞാൻ പറഞ്ഞ ഈ ടോക്കിന് അനുകൂലമല്ലാത്ത വിഭാഗം പക്ഷെ അതിന് എതിർത്തേക്കാണ്. പക്ഷെ അത് വലിയ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് വളരെ ഇപ്പോ വീക്കൻ ചെയ്ത് കഴിഞ്ഞു. പരേഷ് ബറുവയുടെ ഭാഗത്തുള്ള ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, പരേഷ് ബറുവയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്. അപ്പൊ എന്തായാലും ഈ എഡിറ്റോറിയൽ ഉൾഫയുടെ ഈ ഒരു തീരുമാനത്തെ കുറിച്ചാണ്, അവര് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്ന ആ ഒരു തീരുമാനത്തെ കുറിച്ചാണ് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ആ ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ റീഡിംഗ് ദ ടീ ലീവ്സ് ഫോർ 2024 എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് 2024 ഇന്ത്യക്ക് എങ്ങനെയായിരിക്കും, ലോകത്തിന് എങ്ങനെയായിരിക്കും എന്നൊക്കെ കുറച്ച് അനാലിസിസ് ആണ്. നല്ലൊരു അനാലിസിസ് ആണ്. പക്ഷെ അത് ആ ഒരു രീതിയിലുള്ളൊരു അനാലിസിസിലേക്ക് ഞാനിപ്പോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മെയിൻലി അത് ഈ പറഞ്ഞേക്കുന്ന ഇസ്രായേൽ ഹമാസ് വാർ അത് ഉടനെ 2024 തീരുമോ? സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. കാര്യം ഇന്നത്തെ ഹിന്ദുവില് വേൾഡ് പേജില്
ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം ഇനിയും അവരുടെ ഗോൾസ്, ഇസ്രായേലിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോരാടേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ. സോ ഒരു വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ്. അതുകൊണ്ട് 2024 തന്നെ തീരുമെന്ന് ഒരു സർട്ടൻറ്റി ഇല്ല. ഇനി അതേപോലെ മറ്റൊരു വാർ ഉണ്ടല്ലോ, റഷ്യ യുക്രൈൻ വാർ. ഈ റഷ്യ യുക്രൈൻ വാർ വേണമെങ്കിൽ 2024 തീരാം. അതിനൊരു 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു ഡിസിസീവ് ആയിട്ടുള്ള വിക്ടറി റഷ്യയുടേത്. റഷ്യ ഇപ്പോൾ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് യുക്രൈനെ അത്രത്തോളം ഇപ്പോൾ പണ്ടത്തെ പോലെ ഫണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി യൂറോപ്യൻ യൂണിയൻ അവരെ ഫണ്ട് ചെയ്യാൻ നേരിച്ചാൽ അവിടെയും എതിർപ്പുകൾ നേരിടുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബൻ യൂറോപ്യൻ യൂണിയന്റെ അത്തരത്തിലുള്ള ഒരു പ്ലാൻ ഏതാണ്ട് 50 ബില്യൺ യൂറോയിൽ കൂടുതൽ യുക്രൈനെ കൊടുക്കാനുള്ള യുക്രൈൻ ഈ യുദ്ധത്തിന് വേണ്ടി കൊടുക്കാനുള്ള പ്ലാനൊക്കെ അദ്ദേഹം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ യുക്രൈൻ അതുകൊണ്ട് ഫണ്ടില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതേസമയത്ത് റഷ്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സാങ്ഷൻസ് ഒന്നും വളരെ ഇഫക്റ്റീവായിട്ട് വരുന്നതുമില്ല. റഷ്യ സാങ്ഷൻസിനെയൊക്കെ അതിജീവിച്ച് അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പൊ നിലവിൽ റഷ്യക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവാറില്ല. പിന്നെ വേറൊരു സിനാരിയോ ഉള്ളത്, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം. അങ്ങനെ ഉണ്ടായാൽ അദ്ദേഹം കുറച്ച് പ്രോ റഷ്യനാണ്. അദ്ദേഹം എന്തായാലും യുക്രൈൻ വാർ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികൾ എടുക്കും. അമേരിക്ക കൂടുതൽ ഫണ്ടിങ് പിന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് വേണമെങ്കിൽ 2024 ഒരു വാർ തീരാൻ ചാൻസ് ഉള്ളത് യുക്രൈൻ റഷ്യ വാറാണ്. അതുപോലെ നമുക്ക് ഉറപ്പൊന്നുമില്ല. പിന്നെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യ നല്ല രീതിയിൽ അമേരിക്കയുമായിട്ടും മറ്റ് ഡെവലപ്ഡ് നേഷൻസുമായിട്ട് ഉള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, G7 നേഷൻസുമായിട്ടൊക്കെ. പക്ഷേ എൻഡ് ഓഫ് ദി ഇയർ ഒരു ചെറിയ കല്ലുകടി ഉണ്ടായി. അതാണ് കാനഡയുമായിട്ട് ഇന്ത്യക്ക് ഉണ്ടായ നിജാർ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയം. അതുപോലെ അമേരിക്ക ഇപ്പൊ പന്നുനെ നമ്മൾ കില്ല് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഇപ്പം നടന്ന വിവാദം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ വെസ്റ്റേൺ നേഷൻസിന് ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ ഇന്ത്യയെ പിണക്കി മുന്നോട്ട് പോകാൻ പറ്റൂലെന്ന് തന്നെ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഗ്രോയിങ് ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുള്ളെന്ന് അമേരിക്കയ്ക്കൊക്കെ നന്നായിട്ട് അറിയാമെന്നും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതുപോലെ ക്വാഡ് രാജ്യങ്ങൾ നമുക്കറിയാമല്ലോ, ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങൾ, ക്വാഡ് രാജ്യങ്ങൾ തങ്ങളുടെ ബന്ധവും കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് ഈ വർഷം സാധ്യത. അപ്പൊ ഇന്ത്യ ഡിപ്ലോമാറ്റിക് ലെവലിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടെയാണ്. ഇത് അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതുപോലെ G20 പ്രസിഡൻസി 2023 നമ്മൾ വളരെ നന്നായിട്ട് ചെയ്തു. നമുക്ക് എൻഡ് ഓഫ് ദ സമ്മിറ്റ് ഒരു ഡൽഹി ഡിക്ലറേഷൻ നമുക്ക് നടത്താൻ പറ്റി. എല്ലാവരും കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യിക്കാൻ പറ്റി. ഇനിയിപ്പം വരാൻ പോകുന്ന ബ്രസീൽ സമ്മിറ്റിലൊക്കെ അതിന്റെ ആ ഡൽഹി ഡിക്ലറേഷൻ പൂർണ്ണമായിട്ടും നടപ്പാക്കുന്നതായിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും G20 നമ്മൾ എടുത്ത ചില തീരുമാനങ്ങൾ ഉടനെ നടപ്പാവൂല. അതിലൊരെണ്ണമാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അത് ഇസ്രായേൽ ഹമാസ് വാർ മൂലം അറബ് വേൾഡിന് ഇസ്രായേലുമായിട്ട് ഇമ്മീഡിയറ്റ്ലി സഹകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്രായേലും UAEയും സൗദി എല്ലാവരും വിചാരിച്ചാലേ മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു കോറിഡോർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ അതിനൊരു ഇമ്മീഡിയറ്റ് പോസിബിലിറ്റി ഇല്ല. അപ്പൊ എന്തായാലും 2024 എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും വേൾഡിനെ സംബന്ധിച്ചും വളരെ ഡിസിസീവ് ആയിട്ടൊരു ഇയർ ആയിരിക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ആ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ പോകുമ്പോൾ ഒരു സെപ്പറേറ്റിസ്റ്റ് ലീഡർ ആയിരുന്ന ഹൂറിയത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കാശ്മീരിലുള്ള കാര്യം നമുക്കറിയാം. ഹൂറിയത്ത് കോൺഫറൻസ്, അതിൽ പല ഫാക്ഷൻസ് ഉണ്ട്. അതിലൊരു ഫാക്ഷൻ നയിച്ചിരുന്നത് സയ്യിദ് അലി ഷാ ഗിലാനിയാണ്. ഈ സയ്യിദ് അലി ഷാ ഗിലാനി മരിച്ചുപോയി 2021, 2 years ബാക്ക്. പക്ഷെ അയാള് ഒരു സെപ്പറേറ്റിസ്റ്റ് ആയിരുന്നു. അതിൽ മോഡറേറ്റ് ഫാക്ഷൻസും ഉണ്ട് ഹൂറിയത്തിന്റെ അകത്ത്. പക്ഷെ ഇയാള് ഈ സയ്യിദ് അലി ഷാ ഗിലാനി എന്ന് പറയുന്ന ആള് സെപ്പറേറ്റിസ്റ്റ് ആയിരുന്നു. അതായത് ആന്റി ഇന്ത്യ മനോഭാവം വെച്ച് പുലർത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ച് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് പല വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഈ ഹൂറിയത്ത് ഫാക്ഷന്. പക്ഷെ ഒരു ഗവൺമെന്റുകൾ, BJP ഭരിക്കുന്ന വാജ്പേയിയുടെ ഗവൺമെന്റ് ഒക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ പോലും ബാൻ ചെയ്തിട്ടില്ല. അതേസമയത്ത് മൻമോഹൻ സിംഗ് ഗവൺമെന്റും ഒക്കെ അവരുമായിട്ട് ടോക്സ് നടത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ ഗവൺമെന്റ് UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തി പുള്ളിയുടെ
തെഹരീഖ് ഇ ഹുറിയത്ത് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഹുറിയത്ത് വിഭാഗത്തിന് ബാൻ ചെയ്തു. അതാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്, ബാൻ ചെയ്തിടാം. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ന്യൂസിന്റെ ഒരു കണ്ടിന്യൂഷൻ, നേവി ഡിപ്ലോയ്സ് ഫ്രിഗേറ്റ്സ് ഡിസ്ട്രോയേഴ്സ് ടു അസിസ്റ്റ് കൊമേഴ്സ്യൽ വെസൽസ്. അതായത് നേരത്തെ പറഞ്ഞ ഹൂത്തീസിന്റെ ശല്യം എവിടെ, നമ്മളുടെ റെഡ് സീൽ, അതുപോലെ ഈ അറേബ്യൻ സീലാകെ പൈറേറ്റ്സുകളുടെ ശല്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അമേരിക്ക മാത്രമല്ല, ഇന്ത്യയുടെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയൊക്കെ ഒരു പ്രസൻസ് അവിടെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വെസൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ആ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ 4G സർവീസസ് വിൽ ബി പ്രൊവൈഡഡ് ടു 1117 ബോർഡർ ഔട്ട്പോർട്ട്സ് ഇൻ 6 ഇയേഴ്സ് ആണെന്ന് വേണ്ട. പിന്നെ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്ക്, USOF എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്, അത് പഠിച്ചു വെച്ചേക്കണം. USOF അത് ഞാൻ പറഞ്ഞിട്ടില്ലാണ്, എന്നാലും ഒന്നുകൂടെ പറയാണ്. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടെലികോം സർവീസസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം. അതായത് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തും ഉള്ളതായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഹില്ലി ടെറൈൻസ് ഉണ്ട്, അവിടെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻസ് ആണ്, അതുപോലെ അവിടെ പോപ്പുലേഷൻ ഒക്കെ കുറവായിരിക്കും. അപ്പൊ അവിടെ നഷ്ടമാണ്. അവിടെ 5G 4G ഒക്കെ ഇപ്പൊ എയർടെലും ജിയോ ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ, പക്ഷെ അവിടെയും പ്രൊവൈഡ് ചെയ്യണ്ടേ, എന്നാലല്ലേ എല്ലാവർക്കും ഈ പറഞ്ഞ സേവനം കിട്ടുള്ളൂ. അപ്പൊ നഷ്ടം സഹിച്ചുകൊണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കമ്പനികളെ നിർബന്ധിക്കുന്ന ഒരു സ്കീമാണ് USOF. പക്ഷെ ആ നഷ്ടം അവർ സഹിക്കണ്ട. ആ നഷ്ടം ഗവൺമെന്റ് അവർക്ക് അവർക്ക് എത്രയാണോ നഷ്ടം വരുന്നത് അത് ഗവൺമെന്റ് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യും ഈ ഒരു സ്കീമിന്റെ. അതാണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട്, USOF സ്കീം എന്ന് പറയുന്നത്. പിന്നീട് അത്രയാണ് അതിന്റെ പിന്നെ വേറെ ന്യൂസ്, NIA അച്ചീവ്ഡ് കൺവിക്ഷൻ റേറ്റ് ഓഫ് 94.7% in 2023. അതായത് NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എല്ലാവർക്കും അറിയാം. ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏതാണ്ട് 95% കൺവിക്ഷൻ റേറ്റ് 2023 അച്ചീവ് ചെയ്യുന്നത്. അവര് ചുമത്തുന്ന കേസുകളിൽ മിക്കതിലും അവസാനം അവർക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. CBI കേസുകളിൽ അങ്ങനെയല്ല. CBI കേസുകളിൽ മിക്കപ്പോഴും ശിക്ഷ ചെയ്യുന്ന ആൾക്കാർ രക്ഷപ്പെട്ട് പോകാറുണ്ട്. ED ചുമത്തുന്ന കേസുകളിലും മിക്കപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ ഹിന്ദുവിൽ എടുക്കാനെ കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്, ED ഒരുപാട് കേസസിന് പിന്നെ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പല കേസസിലും എൻഡ് ഓഫ് ദ ഡേ കുറ്റവാളി എന്ന് ചുമത്തപ്പെടുന്ന ആൾക്കാർ ശിക്ഷിക്കപ്പെടാറില്ല. പക്ഷെ NIA അങ്ങനെയല്ല, ഏതാണ്ട് 95% കേസിലും ശിക്ഷിക്കപ്പെടുകയാണെന്നൊരു കണക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്നലെ 2023 എൻഡ് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നലെ മോഡിയുടെ മൻ കി ബാത്തിന്റെ 108ാമത് എപ്പിസോഡിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അതില് ജസ്റ്റ് 1-2 കാര്യങ്ങളാണെന്ന് പറയാം. നാരി ശക്തി വന്ദൻ ആക്ട് കഴിഞ്ഞ വർഷത്തെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നാരി ശക്തി വന്ദൻ ആക്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 33% റിസർവേഷൻ ലോക്സഭയിലും അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും ഡൽഹിയിലെയും പുതുച്ചേരിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആക്ട് ആണ് നാരി ശക്തി വന്ദൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഓസ്കാർ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് 2 ഓസ്കാർ കിട്ടിയായിരുന്നു. ഒന്ന് നാട്ടു എന്ന് പറയുന്ന RRR സിനിമയിലെ സോങ്ങിന്, അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ ഡോക്യുമെന്ററിയിൽ ദ എലിഫന്റ് വിസ്പറേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടിയായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പോർട്സിൽ വലിയ അച്ചീവ്മെന്റ് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി. ഏഷ്യൻ ഗെയിംസിൽ ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ 100 മെഡൽസ് ക്രോസ് ചെയ്തു. ഏഷ്യയിൽ ആകെപ്പാടെ 4 രാജ്യങ്ങൾ ഏഷ്യൻ ഗെയിംസിൽ 100 മെഡൽസ് ക്രോസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ചൈന, വേറൊന്ന് സൗത്ത് കൊറിയ, വേറൊന്ന് ജപ്പാൻ, പിന്നെ ഇന്ത്യ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പിന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ വന്നു. അതൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ്. പിന്നെ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറയുന്നത്, ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് അറിഞ്ഞിരിക്കുക. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 84 ആയിരുന്നു, 81st ആയിരുന്നു. ആ റാങ്ക് ഇപ്പൊ കഴിഞ്ഞ വർഷം 40ആയി. അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റാണ്. കാര്യം നമുക്ക് ചിന്തിക്കാൻ തന്നെ മനസ്സിലായി, ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇന്നവേഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. അതല്ലേ UPI പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നവേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന സ്വിഗ്ഗിയും സൊമാറ്റോയും പേടിഎമ്മും ഇതെല്ലാം ഓരോരോ ഇന്നവേഷൻസ് ആണല്ലോ. അപ്പൊ ഇന്നവേഷൻ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 48 ഉയർന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. കഴിഞ്ഞ വർഷമാണ് 48 നമ്മളുടെ റാങ്ക് ഉയർന്നത്. 81 ആയിരുന്നു 5-6 വർഷം മുമ്പ് ഇന്ത്യയുടെ റാങ്ക്. പിന്നെ കഴിഞ്ഞ വർഷം പ്രധാനപ്പെട്ട ചില സുപ്രീം കോടതി വിധികളൊക്കെ ഉണ്ട്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്തത് കോടതി ശരിവെച്ചു. പിന്നെ നിയമമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡിനെയും അതുപോലെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിനെയും
എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്ത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ ഭാരതീയ സാക്ഷി അധിനിയം, ഭാരതീയ സാക്ഷി ബില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ആക്ട് ആയപ്പോൾ ഭാരതീയ സാക്ഷി അധിനിയം അതെല്ലാം വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ പല പല ന്യൂസുകളായിട്ട് എൻഡ് ഓഫ് ദി ഇയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെ ബിഗിനിങ് ആയതുകൊണ്ട് ഒരു ഓവറോൾ ഒരു എന്താ പറയുന്നത് ഒരു ഓട്ട പ്രദക്ഷിണം പോലെ ഇതെല്ലാത്തിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ആ ന്യൂസുകളെല്ലാം അവിടെ കാണാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ പെൻഡൻസി ഡൗൺ ബട്ട് പെറ്റീഷനേഴ്സ് ഡിസപ്പോയിന്റഡ് ഇൻ മെനി കേസസ്. സുപ്രീം കോടതിയുടെ വിധികൾ, കഴിഞ്ഞ വർഷം വന്ന പ്രധാനപ്പെട്ട വിധികളെയാണ് അവിടെ പരിശോധിച്ചേക്കുന്നത്. പ്രധാനപ്പെട്ട വിധികൾ പലതും പെറ്റീഷനേഴ്സിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370 പെറ്റീഷനേഴ്സ് ആവശ്യപ്പെട്ടത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് പിന്നീട് ഗവൺമെന്റ് എടുത്ത് മാറ്റിയത് എന്ന് ഉള്ള രീതിയിലാണ് അവർ സുപ്രീം കോടതിയിൽ വാദിച്ചത്. പക്ഷേ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും ഗവൺമെന്റിന് അതിന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്നൊക്കെയാണ് ഇപ്പൊ വന്നേക്കുന്ന വിധി. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ സെയിം സെക്സ് മാരേജ്, സെയിം സെക്സ് അതായത് ഹോമോസെക്ഷുവാലിറ്റി ഇന്ത്യയിൽ ഡീക്രിമിനലൈസ് ചെയ്തു. ഇപ്പൊ സെക്ഷൻ 377 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് അതായിരുന്നു ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനലൈസ് ചെയ്തിരുന്നത്. അതിനെ ഇപ്പൊ ഡീക്രിമിനലൈസ് ചെയ്തു. ഡീക്രിമിനലൈസ് ചെയ്തപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇനി മാരേജിനും കൂടെ ഉള്ള അവകാശം കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുമല്ലോ. അപ്പൊ അത് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 ഉപയോഗിച്ച് അത് ചെയ്യണം എന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് സുപ്രീം കോടതി അതിന് അനുകൂലമായി പ്രതികരിച്ചില്ല. അതാണ് മറ്റൊരു നിരാശപ്പെടുത്തിയ വിധിയായിട്ട് ഇത് പറയുന്നത്. അതുപോലെ ഡിമോണിറ്റൈസേഷൻ ഇല്ലീഗൽ ആയിരുന്നു എന്ന് വിധിക്കണം. അതായത് നോട്ട് നിരോധനം ഉണ്ടല്ലോ മോഡിയുടെ 2016 നോട്ട് നിരോധനം, അത് ഇല്ലീഗൽ ആയിരുന്നു എന്ന് വിധിക്കാൻ വേണ്ടിയിട്ട് പെറ്റീഷനേഴ്സ് കേസ് കൊടുത്തിരുന്നു. ആ കേസിലും ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഈ സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്ന. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നത്. ആ കേസ് ഗവൺമെന്റിന് അനുകൂലമായിട്ട് വിധിച്ച ജഡ്ജി അബ്ദുൾ നസീർ ഇപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായിട്ട് അപ്പോയിന്റ്മെന്റും അദ്ദേഹത്തിന് കിട്ടി. അതൊരു ഇൻഡയറക്ട്ലി അദ്ദേഹത്തിന്റെ അങ്ങനെ കിട്ടിയ ഒരു സമ്മാനം പോലെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഹിന്ദു, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ ഇന്നത്തെ പത്രത്തിലുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ പുതിയൊരു നിയമം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ പാസ്സായി. കഴിഞ്ഞ ആഴ്ച അല്ല 2 ആഴ്ച ഇന്ത്യയിൽ പാസ്സായി. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് വന്ന നിയമം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023 എന്ന് പറയുന്ന ആക്ട്. ഇതില് ഇപ്പോ ആ ആക്ട് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? പ്രൈം മിനിസ്റ്ററിനും മെയിൻ ഒപ്പോസിഷൻ ലീഡറിനും ഒരു യൂണിയൻ ക്യാബിനറ്റിലെ ഒരു പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന മിനിസ്റ്ററിനും ഈ 3 പേര് ചേർന്നായിരിക്കും അവരെ കമ്മീഷണേഴ്സ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് സെലക്ട് ചെയ്യാൻ പോകണം. ഇത്രയും കാലത്തിൽ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. ആ ചീഫ് ജസ്റ്റിസിനെ അപ്പൊ അതിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ അതൊരു പുതിയ നിയമം വഴി. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ സുപ്രീം കോടതി വിധികളും അതുപോലെ ഗവൺമെന്റ് സുപ്രീം കോടതി വിധികളും മറികടക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ആ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു രാജ്യമായ DR കോങ്കോയുടെ എക്സ്പാൻഷൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നാണ്. അതിന്റെ പ്രസിഡന്റ് ഫെലിക്സ് ഷിസെക്കെഡി. അദ്ദേഹം വീണ്ടും അവിടെ അധികാരത്തിൽ വന്നതാണ്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്ന അതൊരു ചെറിയ രാജ്യമാണ്. അപ്പൊ അതിന്റെ പ്രസിഡന്റ് എന്ന അത്രത്തോളം നമ്മളുടെ വേൾഡ് അഫയേഴ്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആൾക്കാരൊന്നും അല്ല. എന്നാലും പുതിയൊരു അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് പറഞ്ഞതാണ് ഫെലിക്സ് ഷിസെക്കെഡി. ഓക്കെ, പിന്നീട് ഈ വർഷം ഇനി പുതിയൊരു വാറും കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ പേടിക്കണം. കാര്യം ചൈനാസ് റീയൂണിഫിക്കേഷൻ വിത്ത് തൈവാനീസ് ഇനവിറ്റബിൾ എന്നാണ് സി ജിൻപിങ് പറഞ്ഞേക്കുന്നത്, ചൈനയുടെ പ്രസിഡന്റ്. തൈവാൻ ഏത് നിമിഷം വേണമെങ്കിലും ചൈനയാൽ അറ്റാക്ക് ചെയ്യപ്പെടാം. കാര്യം ചൈനയുടെ ഭാഗമാണ് തൈവാൻ എന്നാണ് ചൈനയുടെ വിശ്വാസം. അപ്പം ഏത് രീതിയിലും ചൈനയോട് യൂണിഫൈ ചെയ്യും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 2024 ഓൾറെഡി നമുക്ക് 2 വാറുമായിട്ടാണ് നമ്മൾ 2024 കാലെടുത്ത് വെച്ചേക്കുന്നത്. 3ാമതൊരു വാർ ഉണ്ടാവുമെന്ന് ഒന്ന് പേടിക്കണം. ഓക്കെ, പിന്നെ ഈ പേജിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോ അതില് ഒന്ന് ആകെപ്പാടെ പറയാനുള്ള കാര്യങ്ങൾ യൂറോ ലീഗുകളെ കുറിച്ച് മാത്രമാണ്. യൂറോപ്പിലെ ലീഗുകളെ കുറിച്ച്. അപ്പൊ അതില് യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളാണ്. യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളുടെ പേരുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗാണ്. സീരിയെ ഇറ്റലിയിലെ ഫുട്ബോൾ ലീഗാണ്. അതുപോലെ ബുണ്ടസ് ലീഗ് എന്നതിൽ കൊടുത്തിട്ടില്ല. ബുണ്ടസ് ലീഗ് എവിടുത്തെ ഫുട്ബോൾ ലീഗാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജർമ്മനിയിലെ ഫുട്ബോൾ ലീഗാണ്. അതുപോലെ
ഇത് ആ ലീഗുകളെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണത്. പിന്നീട് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചിന്റെ ഫോട്ടോ കാണാം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ച് ഇഗർ സ്റ്റിമക് ആണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ച്. അതുപോലെ പിന്നെ ഹോക്കി ഫൈവ്സ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു വേൾഡ് കപ്പ് നടക്കാൻ പോയാണ്. അത് മസ്കറ്റിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഒമാന്റെ ക്യാപിറ്റലായ മസ്കറ്റിൽ വെച്ച് ഹോക്കി ഫൈവ്സ് വേൾഡ് കപ്പ്. അത് ഒരു സൈഡിൽ 5 പ്ലേയേഴ്സേ കാണും. സാധാരണ ഹോക്കി കളിയിൽ 11 പ്ലേയേഴ്സ് കാണും. പക്ഷേ ഈ ഒരു 5 പ്ലേയേഴ്സേ കാണും. ഹോക്കി ഫൈവ്സ് വേൾഡ് കപ്പ്. അതില് മെയിൽ വിഭാഗമുണ്ട്, ഫീമെയിൽ വിഭാഗമുണ്ട്. മെയിൽ വിഭാഗത്തിന്റെ ക്യാപ്റ്റനായിട്ട് സിമ്രൻജീത് സിംഗ്, അതായത് യങ് പ്ലേയേഴ്സേ ഉള്ളൂ, അതിലല്ലാതെ സീനിയർ പ്ലേയേഴ്സ് ഒന്നും ഇല്ല. സിമ്രൻജീത് സിംഗ് ആണ് എന്റെ ക്യാപ്റ്റൻ മെയിലില്. ഫീമെയിലില് രജനി എട്ടിമാർപ്പു ആണ് അതിന്റെ ഫീമെയിൽ ടീമിന്റെ ക്യാപ്റ്റൻ. അതിനെ കുറിച്ച് ന്യൂസ് കാണാം. ഇനിയിപ്പോ പുതിയ ടെന്നീസ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. റാഫേൽ നദാലിനെ കുറിച്ചൊരു ന്യൂസ് ഒക്കെ ഉണ്ട്. പുതിയ ടെന്നീസ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റായ ഓസ്ട്രേലിയൻ ഓപ്പണോട് കൂടിയായിരിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ഇപ്പം 2 ആഴ്ചക്കകം സ്റ്റാർട്ട് ചെയ്യും. ഓസ്ട്രേലിയൻ ഓപ്പൺ തുടങ്ങുന്നതോടുകൂടി പുതിയ ടെന്നീസ് സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രാൻഡ് സ്ലാമിൽ ഒരു വർഷം ആദ്യം നടക്കുന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. പിന്നെ പ്രോ കബഡി ലീഗിനെ കുറിച്ചുള്ള ന്യൂസും ഒക്കെ കാണാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹിന്ദുവില് നമുക്ക് അത്യാവശ്യം ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.